First question, what is the minimum range on wall provided for timber lintel bearing? ഒരു ടിമ്പർ ലിൻറ്റലിൽ നമ്മൾ എത്രയാണ് ബിയറിംഗ് കൊടുക്കേണ്ടത് സൈഡിലോട്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 15 to 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോ ലിൻറ്റൽസിനെ പറ്റിയും സെപ്പറേറ്റ് പറയുന്നുണ്ട്. അതിൽ ടിമ്പർ ലിൻറ്റലിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 15 to 20 സെൻറ്റിമീറ്റർ ആണ് നമ്മളൊരു ടിമ്പർ ലിൻറ്റലിൽ ബിയറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ജനറലി യൂസ്ഡ് ഫോർ ദി വർക്ക് സച്ച് ആസ് ആർച്ച് ആൻഡ് ഡോം? ഒരു ആർച്ചും ഡോമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഫോം വർക്കിന് പറയുന്ന പേരാണ് സെൻറ്ററിങ് കേട്ടോ. ഫോം വർക്ക് നമ്മൾ നോർമലി RCC സ്ട്രക്ചേഴ്സിനൊക്കെ പറയും, പക്ഷേ അത് ആർച്ചും ഡോമും ഒക്കെ വരുമ്പോൾ സ്പെഷ്യലി നമ്മളതിനെ സെൻറ്ററിങ് എന്നാണ് പറയുക. ഇനി അത് കുഞ്ഞ് എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമ്മളതിന് മൗൾഡ് എന്നും കൂടെ പറയും. അപ്പോൾ ഇവിടെ ആർച്ചിനും ഡോമിനുമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ സെൻറ്ററിങ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് മെമ്പർ ഇൻ സെൻറ്ററിങ് ഓഫ് ആർച്ചസ് എ തിക്ക് വുഡൻ പ്ലാങ്ക് ഷേപ്ഡ് ടു ദ കർവേച്ചർ ഓഫ് ആർച്ച് ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ പ്രോപ്സ്? അതിൻ്റെ ആൻസർ ടേണിംഗ് പീസ് ആണ് കേട്ടോ. നമ്മൾ ആർച്ചസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കേർവ്ഡ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആർച്ച് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടിമ്പർ പീസിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ടേണിംഗ് പീസ് ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. സെൻറ്ററിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പല പാർട്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്തത് സെയിം ഒരു സെൻറ്ററിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഉദ്ദേശിക്കുന്നത് ടൈസ് ആണ് കേട്ടോ. ടൈ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ പല പല പാർട്ടുകൾ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെയുള്ള ആൻസർ ടൈ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ആർച്ച്? താഴെ കൊടുത്തിരിക്കുന്ന ആർച്ച് ഏതാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോഴ്സ് ഷൂ ഷേപ്പിലുള്ള ആർച്ചാണത്. സോ ഇറ്റ്സ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹോഴ്സ് ഷൂ ആർച്ച്. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. മോർ ദാൻ ഒരു സെമി സർക്കിൾ ഉണ്ടായിരിക്കും, എന്നാൽ കംപ്ലീറ്റ് അതൊരു സർക്കിൾ ആയിട്ടുമില്ല. അത്തരത്തിലുള്ള ഒരു ആർച്ചാണ് ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സെൻറ്റേഴ്സ് ആർ ഇൻ ട്യൂഡോർ ആർച്ച്? എത്ര സെൻറ്റേഴ്സ് ആണ് ഒരു ട്യൂഡോർ ആർച്ചിലുള്ളതെന്നാണ്. അതിൻ്റെ ആൻസർ 4 ആണ് കേട്ടോ. 4 സെൻറ്ററുള്ള ഒരു ആർച്ചിനെയാണ് നമ്മൾ ട്യൂഡോർ ആർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് അനദർ ആർച്ച് വിത്ത് 4 സെൻറ്റേഴ്സ്. ഇറ്റ് ഈസ് കോൾഡ് വെനീഷ്യൻ ആർച്ച്. വെനീഷ്യൻ ആർച്ചും ഇതുപോലെ തന്നെ എന്താണ്, 4 സെൻറ്ററുള്ള ഒരു ആർച്ചാണ്. അപ്പോൾ ട്യൂഡോർ ആർച്ചും വെനീഷ്യൻ ആർച്ചിൻ്റെയും സെൻറ്റർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും ഓർത്ത് വയ്ക്കണം കേട്ടോ. And the next question, which arches is also called as lancet arch? ലാൻസെറ്റ് ആർച്ച് എന്നറിയപ്പെടുന്ന ആർച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു പോയിന്റഡ് ആർച്ചാണ് അല്ലേ. പോയിന്റഡ് ആർച്ചിലുള്ള ഒരു കാറ്റഗറി ആയിരുന്നു ലാൻസെറ്റ് ആർച്ച്. പോയിന്റഡ് ആർച്ചിന് എത്ര സെൻറ്റർ ഉണ്ട്? 2 സെൻറ്ററാണ് ഉള്ളത്. സോ ഇറ്റ്സ് ആൻസർ ഈസ് പോയിന്റഡ് ആർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി സ്റ്റിറപ്സ് അറ്റ് ദി എൻഡ് ഇൻ RCC ലിൻറ്റൽ? ഒരു RCC ലിൻറ്റലിൽ സ്റ്റിറപ്സിൻ്റെ തമ്മിലുള്ള സ്പേസിങ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എൻഡിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇതിൽ മോക്ക് ടെസ്റ്റിൽ ഇതിൻ്റെ ആൻസർ ഇറങ്ങുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് മാർക്ക് ചെയ്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം നിങ്ങൾ ടെക്സ്റ്റിലുള്ള വാല്യൂ തന്നെ പഠിച്ചു വയ്ക്കുക, 15 സെൻറ്റിമീറ്റർ കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ലിൻറ്റൽ? താഴെ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റോൺ ലിൻറ്റലിൻ്റെ ഫിഗറാണ്. ബ്രിക്ക് ലിൻറ്റൽ, ടിമ്പർ ലിൻറ്റൽ, RCC ലിൻറ്റൽ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ലിൻറ്റൽസിൻ്റെ ഫിഗേഴ്സ് ടെക്സ്റ്റിൽ ഒരു 2 പേജ് നിറയെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലിൻറ്റൽസിൻ്റെയും ഫിഗേഴ്സ് നോക്കിയിട്ട് വേണം പോകാൻ. ഇതൊരു സ്റ്റോൺ ലിൻറ്റലിൻ്റെ ഫിഗറാണ് കേട്ടോ. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആർച്ച് കൺസ്ട്രക്റ്റഡ് ഓവർ എ വുഡൻ ജോയിസ്റ്റ് ഓർ ഫ്ലാറ്റ് ആർച്ച്? ഒരു ഫ്ലാറ്റ് ആർച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു വുഡൻ ആർച്ചിൻ്റെയോ ഒക്കെ മേലെ ഒരു വുഡൻ ജോയിസ്റ്റിൻ്റെയോ ഒക്കെ മേലെ നമ്മൾ എക്സ്ട്രാ അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ ആർച്ചും കൂടെ കൺസ്ട്രക്ട് ചെയ്യും. അത്തരം ആർച്ചുകളെയാണ് നമ്മൾ റിലീവിങ് ആർച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് CC യൂസ്ഡ് ഇൻ RCC ലിൻറ്റൽ? ഒരു RCC ലിൻറ്റലിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് കോൺക്രീറ്റ് റേഷ്യോ ആണ്, മിക്സ് റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും 1:2:4 ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിസ്റ്റൻസ് ദ ലിൻറ്റൽ ഇൻസേർട്ടഡ് ഇൻ ദി സപ്പോർട്ടിംഗ് വാൾ? നമ്മൾ വാളിൻ്റെ ഉള്ളിലോട്ട് എക്സ്ട്രാ ലിൻറ്റലിൻ്റെ ഒരു പോർഷൻ കയറ്റി വെക്കും. ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബിയറിംഗ് ഓഫ് ലിൻറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണിത് ലിൻറ്റലിൻ്റെ ചാപ്റ്ററിൽ. ബിയറിംഗ് ഓഫ് ലിൻറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
വാളിൻ്റെ മേലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് പോർഷൻ രണ്ട് സൈഡിലോട്ടും കയറ്റി വെക്കും. ആ ഭാഗത്തിനെയാണ് ബിയറിംഗ് ഓഫ് ലിൻറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ആർച്ചിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ആ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആർച്ചിൻ്റെ ഏത് പാർട്ടാണെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അത് കീ സ്റ്റോൺ ആണ്, അല്ലെങ്കിൽ കീ എന്ന് പറയാം. ആർച്ചിൻ്റെ ഏറ്റവും സെൻറ്ററിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഹൈറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ വൗസിയറിനെയാണ് നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് സിംപ്ലി കീ എന്നും പറയാം. അപ്പോൾ ആർച്ചിൻ്റെ എല്ലാ പാർട്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിലെ ഫിഗർ നോക്കി നിങ്ങൾ മാക്സിമം എല്ലാ പാർട്സും പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? അനദർ ഒരു ഫിഗർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെയാണ് നമ്മൾ ടേണിംഗ് പീസ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ആർച്ച് ഇങ്ങനെ ടേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെൻറ്ററിങ്ങിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോം വർക്കിനെയാണ് നമ്മൾ ടേണിംഗ് പീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മേലെയായിരിക്കും നമ്മൾ വൗസിയേഴ്സ് വെച്ച് ആർച്ചിനെ കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു കേർവ്ഡ് ഷേപ്പിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പീസിനെയാണ് നമ്മൾ ടേണിംഗ് പീസ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെർട്ടിക്കൽ സപ്പോർട്ട്സ്? ആർച്ചിൻ്റെ സപ്പോർട്ട്സിനിടയ്ക്കുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പാൻ എന്നാണ് അല്ലേ. അതിൻ്റെ വെർട്ടിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മിനിമം പീരിയഡ് ഫോർ ദി റിമൂവൽ ഓഫ് പ്രോപ്സ് ടു ബീംസ് ഫോർ എ സ്പാൻ 6 മീറ്റർ ഇൻ ഫോം വർക്ക്? 6 മീറ്ററൊക്കെ ഉള്ള അല്ലെങ്കിൽ 6 മീറ്ററിൽ കൂടുതലൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോപ്സ് റിമൂവ് ചെയ്യുക അല്ലേ? ഇത് ഫോം വർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എത്ര ദിവസം കഴിയുമ്പോഴാണ്? 21 ഡേയ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ബീമിൻ്റെ കേസിൽ ഒരു 6 മീറ്ററിൽ കൂടുതലുള്ളൊരു ബീമിൻ്റെ കേസിൽ അതിൻ്റെ പ്രോപ്സ് റിമൂവ് ചെയ്യുക 21 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും. വാട്ട് ഈസ് ദ ടേം ഫോർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ്? ആർച്ചിൻ്റെ ഇൻട്രാഡോസും എക്സ്ട്രാഡോസും തമ്മിലുള്ള അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർച്ചിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ. ഇൻട്രാഡോസ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള കർവും എക്സ്ട്രാഡോസ് ഔട്ടർ മോസ്റ്റ് കർവാണ്. അപ്പോൾ ഇവർക്ക് ഇടയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മറന്നു പോകരുത്. ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ആർച്ചിൻ്റെ ഡെപ്ത് എന്ന് പറയുന്ന ടേം കേട്ടോ. ഇനി അതിൻ്റെ ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും തമ്മിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർച്ചിൻ്റെ തിക്നെസ് എന്ന് പറയാറുള്ളത്. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആർച്ച്? താഴെ കൊടുത്തിരിക്കുന്ന ആർച്ച് ഒരു ട്യൂഡോർ ആർച്ചിൻ്റെ ഫിഗറാണ്. 4 സെൻറ്ററുകളുള്ള ആർച്ചാണ്. കണ്ടില്ലേ? C1 C2 C3 C4 എന്ന് പറഞ്ഞിട്ട് 4 സെൻറ്റേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. ട്യൂഡോർ ആർച്ചിന് 4 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആർച്ച് ഏതാണ്? ഒരു ട്യൂഡോർ ആർച്ചാണ്. ഇനി അന്നത്തെ ഒരു ആർച്ചും കൂടെ പറഞ്ഞു. 4 സെൻറ്ററുള്ള ഒരു ആർച്ചിന് നമ്മൾ വെനീഷ്യൻ ആർച്ച് കൂടെ ഉണ്ട്, വേറൊരു ടൈപ്പ് ആർച്ച്, അതും ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ട്യൂഡോർ ആർച്ചിൻ്റെ ഫിഗറാണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച്? ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ആർച്ചിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടുകൾ നമ്മൾ എന്ത് പറയും? പിയർ എന്ന് പറയും. ഇനി ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടുകൾ എന്ത് പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകരുതേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ലിൻറ്റൽ? താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ലിൻറ്റലാണ്? അപ്പോൾ എഗെയിൻ ലിൻറ്റൽ എന്നൊരു ഫിഗർ തന്നിട്ട് അത് ഏത് ലിൻറ്റലാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതൊരു റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ലിൻറ്റലാണ് അല്ലേ, അല്ലെങ്കിൽ RCC ലിൻറ്റൽ എന്ന് നമ്മൾ പറയും. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കിയാൽ അതിൽ കമ്പികളുടെയൊക്കെ റെയിൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫിഗേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി എന്താവും? ഒരു RCC ലിൻറ്റലാണിത്. ലിൻറ്റലിൻ്റെ ഫിഗേഴ്സ് വീണ്ടും ഞാൻ പറയാണ്, എല്ലാ ലിൻറ്റലിൻ്റെ ഫിഗേഴ്സും നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? എഗെയിൻ വീണ്ടും ആർച്ചിൻ്റെ ഫോം വർക്ക് എന്നുള്ള അല്ലെങ്കിൽ സെൻറ്ററിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പീസസിനെ നമ്മൾ റിബ്സ് എന്നാണ് പറയുക കേട്ടോ. റിബുകളാണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ എല്ലാ പാർട്ടുകളും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ ആൻസർ വരുന്നത് റിബ്സ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെമ്പർ ദാറ്റ് സപ്പോർട്ട്സ് ദ ബോർഡ്സ് ഇൻ ദ സെൻറ്ററിങ് ഓഫ് ആർച്ചസ്? എഗെയിൻ ആ പോർഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആർച്ചിൻ്റെയൊക്കെ ബോർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെൻറ്ററിങ്ങിൻ്റെ ബോർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? പ്രോപ്സ് അല്ലേ. ആ വെർട്ടിക്കൽ സപ്പോർട്ട്സ് നമ്മൾ പ്രോപ്സ് എന്ന് പറയും. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ആർച്ചിൻ്റെ പാർട്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അണ്ടർ സൈഡാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ, എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ സോഫിറ്റ് ആണ് അല്ലേ. നമ്മൾ ആർച്ചിൻ്റെ അണ്ടർ സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും താഴെ ഭാഗത്തുള്ള ഒരു സർഫസ്, അതായത് നമ്മളൊരു ആർച്ചിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് നമ്മൾ മേലോട്ട് നോക്കി നമുക്ക് കാണുന്ന ആർച്ചിൻ്റെ ഒരു സർഫസ് ഇല്ലേ, ആ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ സോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കണേ, സോഫിറ്റാണ് ആ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട്. അടുത്തതേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആർച്ചാണ്, 4 സെൻട്രൽ ആർച്ച് അല്ലേ. ഇത് ആരാണ്? നേരത്തെ നമ്മൾ ട്യൂഡോർ ആർച്ചിനെയാണ് കണ്ടത്. ഇതാരാണ്? ഇതാണ് വെനീഷ്യൻ ആർച്ച് കേട്ടോ.
എഗെയിൻ 4 സെൻറ്റേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ, ഓരോ സെൻറ്ററിനും ആ റേഡിയസ് ഓരോ കർവിലോട്ടുള്ള റേഡിയസ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്ററുള്ള ഒരു ആർച്ചാണിത്. ഇതിൻ്റെ പേരാണിത് വെനീഷ്യൻ ആർച്ച്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ കേട്ടോ. ആൻഡ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ലിൻറ്റൽ ഫെയിലിയർ? ഒരു ലിൻറ്റൽ ഫെയിലിയർ ആവാനുള്ള കോസ് ഏതാണ് താഴെ പറയുന്നതിൽ കേട്ടോ. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് വെർട്ടിക്കൽ ക്രാക്സ് ഇൻ ദി മേസൺട്രി ആണ്. മേസൺട്രിയിൽ എന്തെങ്കിലും വെർട്ടിക്കൽ ക്രാക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താവും, നമ്മുടെ ലിൻറ്റലിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. അപ്പോൾ ലിൻറ്റൽ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ചാപ്റ്റർ ഇവിടെ പോയി. ഫോം വർക്ക്, അതുപോലെ ആർച്ചിൻ്റെ സെൻറ്ററിങ്, ആർച്ചസ്, ലിൻറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മൊഡ്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒരു 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിട്ട് വേണം പോകാൻ. എക്സാംസൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചില ആളുകൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ചില ആളുകൾക്ക് ഇനി വരാൻ പോകുന്നതേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.